നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിച്ചതല്ല, നിങ്ങൾ നിയന്ത്രിച്ചതല്ല. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർ നയിച്ചതാണ്, മറ്റുള്ളവർ നിയന്ത്രിച്ചതാണ്. നിങ്ങൾ അവർ ജനിച്ചിടത്ത് ജനിക്കുകയും അവർ പഠിച്ചത് പഠിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരെ പോലെയാകുമായിരുന്നു. നമുക്ക് പരിശോധിക്കാം, നമുക്ക് നോക്കാം. സൗദി അറേബ്യയിൽ ജനിക്കുന്ന ഒരു വ്യക്തി ഇസ്ലാം മതവിശ്വാസിയാണ്. ജനിക്കുക, അതാണ് അറിയുക, പഠിക്കുക, വളരുക, ആ ഒരു വിശ്വാസപ്രകാരമാണ് ജീവിക്കുക. നേപ്പാളിലെ ഹിന്ദുമത പ്രവിശ്യയിൽ ജനിച്ചൊരു വ്യക്തി ഹിന്ദുമത വിശ്വാസിയാണ്. അറിയുക, മനസ്സിലാക്കുക, പഠിക്കുക, വളരുക, അങ്ങനെയാണ് ജീവിക്കുക. ഫിലിപ്പൈൻസിലെ ക്രിസ്തുമത ഏരിയയിൽ ജനിച്ചൊരു വ്യക്തി ക്രിസ്തുമത വിശ്വാസിയാണ്. ജനിക്കുക, അതേക്കുറിച്ചാണ് അറിയുക, പഠിക്കുക, ആ ശരിതെറ്റുകളാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാനമായി മാറുക. ജീവിതത്തിലെ ഏതു മേഖലകളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ ആരായി ജീവിക്കുന്നു, നിങ്ങളുടെ സാമ്പത്തിക നില എന്താണ്, നിങ്ങൾ ഏത് കരിയർ തിരഞ്ഞെടുത്തു തുടങ്ങിയ മിക്കവാറും എല്ലാ കാര്യങ്ങളും തന്നെ ശരിക്കും ചിന്തിച്ചാൽ എല്ലാ കാര്യങ്ങളും തന്നെ കുട്ടിക്കാലം മുതലേ കുട്ടിക്കാലം മുതലേ കേട്ടു വളർന്നതിന്റെ പരിണിതഫലമാണ്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചേക്കാം, അല്ലല്ലോ, സ്വന്തം ചിന്തകളല്ലേ എന്നുള്ളത്. ഈ സ്വന്തം ചിന്തകൾ പോലും രൂപപ്പെടുന്നത് കുട്ടിക്കാലം മുതലേ ബാഹ്യമായ കേൾവികളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, സൗദി അറേബ്യയിൽ ജനിച്ചൊരു വ്യക്തിയുടെ ശരി തെറ്റുകളും അദ്ദേഹത്തിന്റെ അതിർവരമ്പുകളും നിശ്ചയിക്കുന്നത് അദ്ദേഹം കുട്ടിക്കാലം മുതലേ കേട്ടതിനെ അടിസ്ഥാനമാക്കിയാണ്. അദ്ദേഹം സ്വന്തമായി പഠിച്ച് തീരുമാനിച്ചതല്ല. അത് കേട്ട് വളർന്നും ആ ഒരു രീതി അദ്ദേഹത്തിന് അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ശരി തെറ്റുകളാണ് അദ്ദേഹത്തിന് സ്വയവും ചിന്തിക്കാൻ കഴിയുക. അതുപോലെ തന്നെ നേപ്പാളിലെ ഹിന്ദുമത വിശ്വാസിയാകട്ടെ കുട്ടിക്കാലം മുതലേ കേട്ടു വളർന്നതിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹത്തിന്റെ ശരി തെറ്റുകളും അദ്ദേഹത്തിന്റെ സ്വയം ചിന്താശേഷിയും വികസിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അവനവൻ ജനിച്ചു വളർന്ന കുടുംബത്തിലെ സറൗണ്ടിങ്സിലെ ചുറ്റുവട്ടത്തുമുള്ള സംസ്കാരങ്ങളും ആ ചുറ്റുവട്ടത്തു നിന്നുള്ള കേൾവികളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വന്തം ചിന്തകൾ പോലും രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിയന്ത്രിച്ചതല്ല, നിങ്ങൾ നയിച്ചതല്ല എന്ന് പറയുവാൻ കാരണം. സ്വയം ചിന്തിക്കുക. ഇവിടെ ഈ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോകളിലും പറയുക, ഇവിടെ പറയുന്നത് അപ്പാടെ ഉൾക്കൊള്ളൂ എന്നുള്ളതല്ല, സ്വയം ചിന്തിക്കുക. കാരണം ഓരോരുത്തരുടെ ചിന്താശേഷി അനുസരിച്ചാണ് അവരവർക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഉൾക്കൊള്ളാൻ കഴിയുക. ചിലരൊക്കെ പലതും ചിന്തിച്ചേക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ സത്യസന്ധമായി ചിന്തിക്കുക. തുറന്ന് ചിന്തിച്ചാൽ, ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും, ഒരാളുടെ ജീവിതം നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത് മറ്റുള്ളവരാണ്. കുട്ടിക്കാലം മുതലേ കേട്ടതിനെ ആസ്പദമാക്കി സ്വന്തം ചിന്തകളും രൂപീകൃതമാകുന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കാൻ ശ്രമിച്ചാൽ, ഒരാളുടെ ശരിതെറ്റുകൾ പോലും, ഒരാളുടെ മനസ്സിലെ ശരിതെറ്റുകൾ, ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് പോലും കുട്ടിക്കാലം മുതലുള്ള കേൾവികളെ കണ്ടും കേട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കൂടുതലായും കേൾവികളെ ആസ്പദമാക്കി തന്നെയാണ് ഒരാളുടെ ശരിതെറ്റുകൾ പോലും നിശ്ചയിക്കുന്നത്. സിംപ്ലി ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ ജീവിക്കുന്ന ഒരു മലയാളി ഹിന്ദുമത വിശ്വാസിക്ക് തന്നെ കൂട്ടിക്കോളൂ. ഒരു മലയാളി ഹിന്ദുമത വിശ്വാസിക്കും സ്വന്തം സഹോദരി പുത്രിയെ, സ്വന്തം ചേച്ചിയുടെ മകളെ വിവാഹം കഴിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. മകളെ പോലെയാണ് ചേച്ചിയുടെ മകൾ, സഹോദരി പുത്രി മകളെ പോലെയാണ്. ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ സംസ്കാരം അനുസരിച്ച് അത് തെറ്റായ ചിന്തയാണ്, അത് തെറ്റെന്നാണ് വിവക്ഷ. പക്ഷെ ജസ്റ്റ് 50 കിലോമീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് പെങ്ങളുടെ മകളെ വിവാഹം കഴിക്കുക എന്നുള്ളത് അവിടുത്തെ ആചാരമാണ്. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് ശരിയാണെന്ന് തന്നെ അവർക്കത് ശരിയാണ്. അപ്പൊ ശരിതെറ്റുകൾ പോലും തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിലും ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള തീരുമാനം പോലും വരുന്നത് കുട്ടിക്കാലം മുതലെയുള്ള കേൾവികളെ മാത്രം ആസ്പദമാക്കിയാണ്. ആ കുട്ടിക്കാലം മുതലെയുള്ള കേൾവികളെ ആസ്പദമാക്കി തന്നെയാണ് ഒരാൾ സ്വന്തം ചിന്താശേഷിയും രൂപീകൃതമാകുന്നത്. ആ ചിന്താശേഷിയിൽ നിന്നുകൊണ്ടാണ് ഒരാൾ സ്വന്തം കരിയർ, അത് ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, സ്വയം തൊഴിലാകട്ടെ, അല്ലെങ്കിൽ ഏത് മേഖലയാകട്ടെ, ഏത് രംഗമാകട്ടെ തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണവും കുട്ടിക്കാലം മുതലുള്ള കേൾവികളും ഒരുപക്ഷെ അത്രയും അടുപ്പമുള്ളവരിൽ നിന്നല്ലെങ്കിലും സുഹൃത്തു വലയങ്ങളിൽ നിന്നോ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കപ്പെട്ട കേൾവികളിൽ നിന്നാണ് ഒരാൾ തന്റെ കരിയർ ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്നത്. ആ കരിയർ തിരഞ്ഞെടുത്തതിന് ശേഷം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതും വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിലും ആ കേൾവികൾ തന്നെയാണ് ബാധകമാകുന്നത്. നിനക്ക് കഴിയില്ല, നിനക്ക് കഴിയും, അല്ലെങ്കിൽ നിനക്ക് കഴിയില്ല, നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ ഇതൊന്നും ശരിയാകില്ല, അല്ലെങ്കിൽ നമുക്ക് കഴിയില്ല തുടങ്ങിയ കേൾവികളാണ് കൂടുതൽ കേട്ടു വളർന്നതെങ്കിൽ ഏത് പ്രൊഫഷൻ, ഏത് കരിയർ തിരഞ്ഞെടുത്താലും പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ഏത് മേഖലയിലും 90% ആളുകളും പിന്തള്ളപ്പെട്ടു പോകുന്നു, അഥവാ തട്ടിയും മുട്ടിയും ജീവിച്ചു പോകുന്നു. 10% ആളുകൾ തിളങ്ങുന്ന ജീവിതം, വിജയകരമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നു. ചുരുക്കം 10% ആളുകൾ മാത്രമാണ് ആ ഒരു കുട്ടിക്കാലം മുതലുള്ള കേൾവികളിൽ നിന്ന്, ആ
കേൾവികളുടെ സ്വാധീനത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയും സ്വയം ചിന്തിക്കുകയും എന്തൊക്കെയാണ് അവനവനിലുള്ള ശേഷികളെന്ന് തിരിച്ചറിയുകയും അത് ആ കേട്ടുകേൾവികളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്വന്തം തീരുമാനങ്ങളെ നടപ്പാക്കാനുള്ള ശേഷി ആർജിക്കുകയും ചെയ്യുന്നത്. അതിൽ നിന്നാണ് എല്ലാവരും രക്ഷപ്പെടേണ്ടത്. അവരുടെ വിശ്വാസങ്ങളോ മറ്റൊന്നുമല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. അവനവന്റെ ജീവിത വിജയ പരാജയങ്ങൾക്ക് കാരണമാകുന്ന ഒന്ന് പിന്നോട്ട് തിരിഞ്ഞ് ചിന്തിക്കുകയും അത് എവിടെ നിന്നാണ് ആ കേൾവികൾ വന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം ഇത്രയും കാലം നിയന്ത്രിക്കപ്പെട്ടതിന്റെ പിന്നിൽ ബാഹ്യമായ കേൾവികളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോൾ സ്വയം ചിന്തിക്കുക, എനിക്ക് കഴിയുമോ കഴിയില്ലയോ. അപ്പോൾ കഴിയുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരാൾക്കെങ്കിലും കഴിയുമെങ്കിൽ നമുക്കും കഴിയുമെന്ന് മനസ്സിലാകും. അത് ഏത് മേഖലയിലാകട്ടെ, ഏത് മേഖലയും നിങ്ങൾ ഏത് മേഖലയിലാകട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയാകട്ടെ ഇനി ഉദ്ദേശിക്കുന്നത്, ഏത് മേഖലയിലും ലോകത്ത് വിജയിക്കുന്നവരുമുണ്ട്, പരാജയപ്പെടുന്നവരുണ്ട്. അതായത് വിജയിക്കുന്നവരുണ്ട് എങ്കിൽ ഒരാൾക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും കാലം പിന്നോട്ട് വലിച്ച ഘടകങ്ങൾ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അത് ചുറ്റുവട്ടത്ത് നിന്ന്, ജനിച്ച കാലം മുതൽ മാതാപിതാക്കളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ചുറ്റുവട്ടത്ത് നിന്ന്, സാംസ്കാരികമായി, സാമൂഹികമായി തുടങ്ങി പല രീതികളിലും ആ കേൾവികളുടെ ഒരു ഉൽപ്പന്നമാണ്, അതിന്റെ ഇരയാണ് നിങ്ങളെന്നുള്ള ആ ഒരു തിരിച്ചറിവ്. അതായത് ശരിയായ ജീവിതം നയിക്കാൻ കഴിയുന്നവരല്ല എങ്കിൽ ഇരയാണ് എന്നും നല്ല ജീവിതം നയിക്കുന്നവരാണെങ്കിൽ അതിന്റെ നല്ലൊരു ഉൽപ്പന്നമായി മാറിയെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയും വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി സ്വന്തം ചിന്തകളെ, സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് എല്ലാ കേൾവികളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള സ്വന്തം ചിന്താധാരയെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ആഗ്രഹിക്കുന്ന ജീവിത ലക്ഷ്യങ്ങൾ ഇനിയും നേടിയെടുക്കാൻ കഴിയും, ഇനിയും വെട്ടിപ്പിടിക്കാൻ കഴിയും. ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. നന്നായി ചിന്തിക്കുക. ഇവിടെ പറയുന്നത് കൊണ്ട് മാത്രം ഒന്നും അപ്പാടെ ഉൾക്കൊള്ളൂ എടുക്കൂ എന്ന് പറയുന്നില്ല. നിങ്ങൾ സ്വയം ചിന്തിക്കുക. നമ്മുടെ ഒരു ഭാഷ പോലും, ഒരാൾ കോഴിക്കോട് ഭാഷ സംസാരിക്കുന്നത് ആ കോഴിക്കോട് ഭാഷ കുട്ടിക്കാലം മുതലേ കേട്ടതിന്റെ ഫലമാണ്. കേട്ടത് അവിടെ പ്രയോഗിക്കപ്പെടുന്നു, നാം അറിയാതെ പ്രയോഗിക്കപ്പെടുന്നു. കേട്ട് ശീലിച്ചത് നമ്മുടെ നാവിൽ നാം അറിയാതെ ഒഴുക്കോടെ സംഭവിക്കുന്നു. ഒരാൾ പാലക്കാട് ഭാഷ സംസാരിക്കുന്നത്, അങ്ങനെ ഭാഷകൾ സംസാരിക്കുന്നതും മറ്റു പല ചര്യകളും കേട്ടതിന്റെ ഫലമാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അത് ആഴത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ, ആ കേൾവികളുടെ ഇരയായി ജീവിക്കാതെ അതിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് സ്വന്തം ചിന്താശേഷിയെ നന്നായി ഉപയോഗിച്ചാൽ ഇനി നമ്മുടെ സ്വന്തം ജീവിതമാക്കി മാറ്റാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും നാം ചിന്തിച്ചാൽ നമുക്ക് രസകരമായി മനസ്സിലാക്കാൻ കഴിയും, ഒരു പരിധിവരെ ആ പിടിയിൽ നിന്ന് മോചനം നേടുക അത്ര എളുപ്പമല്ല. അത് ദുഃഖകരമായ സത്യമാണെങ്കിൽ നാം അംഗീകരിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ഒരു ഭാഷാ ശൈലിയാകട്ടെ, നമ്മുടെ പല സംസ്കാരങ്ങളും, നമ്മുടെ പല ശരിതെറ്റുകളും അല്ലെങ്കിൽ ഭൂരിപക്ഷം ശരിതെറ്റുകളും നാം കുട്ടിക്കാലം മുതലേ കേട്ട് ശീലിച്ചതിനെ ആസ്പദമാക്കി തന്നെയിരിക്കും. ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ ജീവിതത്തെ സാരമായി സ്വാധീനിക്കുന്ന, ബാധിക്കുന്ന കാര്യങ്ങളെങ്കിലും പിഴുതു മാറ്റിക്കൊണ്ട് മറ്റാർക്കും ഒരു ദോഷവും ചെയ്യാതെ അവനവന്റെ നന്മയും മറ്റുള്ളവർക്ക് കഴിയുമെങ്കിൽ നന്മകൾ ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് പോലും ദോഷകരമാകാത്ത, അധാർമികമാകാത്ത നമ്മിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, ധാർമ്മികമായ മെച്ചങ്ങളും മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ആഗ്രഹിക്കുന്ന ജീവിതം നേടിയെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും, വെട്ടിപ്പിടിക്കാൻ കഴിയുക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക്